അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 68-69 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശീമോൻ പത്രോസ് യേശുവിനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. നിത്യജീവൻ്റെ വചനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. നിത്യമായ ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാണോ എന്നതാണ് ആ സംശയം. ഒരിക്കലും സാധ്യമല്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും എന്ന് യഹോവയായ കർത്താവ് അഥവാ കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നതിനെയാണ് മരണമെന്ന് സാധാരണയായി മനുഷ്യർ പറയുന്നത്. എന്നാൽ അതിനെ നിദ്ര പ്രാപിച്ചു എന്നും തൻ്റെ ജനത്തോട് ചേർന്നു എന്നും ആണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്രകാരം മരണം സംഭവിക്കുന്ന വ്യക്തികളുടെ ആത്മാവിനെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത്. അതായത്, ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ആ വ്യക്തിയുടെ ആത്മാവ് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിർബന്ധമായും പോകേണ്ടി വരും എന്ന് സാരം. അനുസരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന വ്യക്തികളുടെ ആത്മാവ് അബ്രഹാമിൻ്റെ മടി എന്ന സ്ഥലത്ത് അഥവാ യേശു പ്രസ്താവിച്ച പറുദീസയിൽ എത്തിച്ചേരുമ്പോൾ പാപപരിഹാരം നമുക്ക് നൽകേണ്ടതിനായി നമ്മുടെ പാപങ്ങളും ശാപങ്ങളും തൻ്റെ സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗരക്തത്തിൽ വിശ്വസിക്കാതെ തങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവവചനം അനുസരിക്കാതെ ജീവിച്ച് മരിക്കുന്നവരുടെ ആത്മാവ് ആദ്യം യാതനാസ്ഥലത്തും ഒടുക്കം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലും വീഴേണ്ടി വരും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്രകാരം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴാതിരിക്കുവാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് യേശു പഠിപ്പിച്ചിരുന്നു. ഇതിനെയാണ് യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് നിത്യജീവൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. എന്നാൽ ആ ശരീരത്തിൽ ആ വ്യക്തിയുടെ ആത്മാവിന് കൂടിയാൽ 120 വർഷം മാത്രമേ ജീവിക്കുവാൻ കഴിയൂ. എന്നാൽ ആ 120 വർഷം ആ ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്ന ആത്മാവിന് എണ്ണമില്ലാത്ത വർഷം ജീവിക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. നാം കേട്ടതുപോലെ പാപം ചെയ്ത് ജീവിക്കുന്നവരുടെ ആത്മാവ് യാതനാസ്ഥലത്താണെങ്കിൽ, ഗന്ധകം കത്തുന്ന തീ പൊയ്യലാണെങ്കിലും എണ്ണമില്ലാത്ത യുഗങ്ങൾ ജീവിക്കേണ്ടി വരും. അവിടുത്തെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല, രാവും പകലും അവിടെ ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന് മരിച്ച ഉയർത്തവനായ കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനമായ ബൈബിളിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന വ്യക്തികളുടെ ആത്മാവ് പറുദീസയിലും ദൈവരാജ്യത്തിലും യുഗായുഗങ്ങൾ ജീവിക്കേണ്ടതാണ്. അവിടെ സമാധാനവും സന്തോഷവും എണ്ണമില്ലാത്ത യുഗങ്ങൾ അവർ അനുഭവിക്കും എന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം, മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് മരിക്കുന്നു എന്ന ചിന്താഗതിയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു എന്ന് പലരും പറയുന്നത് നാം കേട്ട് കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രായമായ വ്യക്തികൾ പല കാര്യങ്ങളും യൗവനക്കാർ ചെയ്യുന്ന ഉന്മേഷത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുകയും ഉരുണ്ട നിലത്ത് വീഴുന്നതും കണ്ടിട്ടുണ്ടോ? ചിലരെങ്കിലും ഈ കാര്യങ്ങൾ അംഗീകരിക്കും. അതിന് കാരണം ഈ മണ്ണിൽ നിന്നുമുണ്ടായ നമ്മുടെ ശരീരത്തിന് മാത്രമേ പ്രായമാകുന്നുള്ളൂ, നമ്മുടെ ആത്മാവിന് പ്രായമാകുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ആത്മാവ് പക്വത പ്രാപിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ആത്മാവിന് പ്രായമാകുന്നില്ല, അത് നിത്യമാണ്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യാത്മാവ് നിത്യമാണ്. അതിന് ഇല്ലായ്മയാകുവാൻ ഒരിക്കലും കഴിയുകയില്ല. നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭവനം മാത്രമാണ് നമ്മുടെ ശരീരം. അത്
ഇവിടെ മണ്ണാകും. എന്നാൽ നമ്മുടെ ആത്മാവ് നിത്യം ജീവിക്കും. ആ ജീവിതം എവിടെ ചിലവഴിക്കും എന്ന് നാം നമ്മുടെ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ മരണശേഷം നാം നിത്യമായി ജീവിക്കുന്നത് ദൈവത്തോടൊപ്പം ആകണം എന്നതാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിശ്ചയമായും ബൈബിൾ നാം വായിക്കുകയും അതിൽ യേശു കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ നാം അനുസരിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് അനേകർ യേശുവിനെ വിട്ടു പോയപ്പോൾ 12 ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോയിക്കൂടായിരുന്നോ എന്ന് യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി നിത്യമായി ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന വാക്കുകൾ നിൻ്റെ പക്കൽ നിന്നല്ലാതെ ആരുടെയും പക്കൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞത്. യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഈ സമയങ്ങളിലെല്ലാം അനേകം ആളുകൾ യേശുവിനെ പിന്തുടർന്നു. രോഗം സൗഖ്യമാകുവാനും ബാധകൾ ഒഴിവാനും സ്വസ്ഥത ലഭിക്കുവാനും അത്ഭുതങ്ങൾ കാണുവാനും അനേകർ അവനെ പിന്തുടർന്നിരുന്നു. യേശു ഈ വിധ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അനേകം ഉപദേശങ്ങൾ തന്നെ അനുഗമിച്ചിരുന്ന വ്യക്തികൾക്ക് കൊടുത്തിരുന്നു. എന്നാൽ യേശുവിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവരോ ആഹാരം കഴിച്ചവരോ സൗഖ്യം കണ്ടവരായ വ്യക്തികളോ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ താല്പര്യമില്ലാത്തവർ ആയിരുന്നു. അവരിൽ അനേകർ യേശുവിനെ വിട്ടു പോകുന്നത് കണ്ടപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരായ 12 പേരോട് ചോദിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 67-ാം വാക്യത്തിൽ കൂടി നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി പത്രോസ് പറയുന്ന വാക്കുകളാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 68-ഉം 69-ഉം വാക്യങ്ങളിൽ നാം കേട്ടത്. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ആരുടെയും അടുക്കൽ പോകുന്നില്ല. യേശു അത് കേട്ടപ്പോൾ പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാച് ആകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 70-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ആരെല്ലാം യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താലും അവരുടെ ഹൃദയത്തിലെ നിരൂപണം അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം പാടത്ത് വിതയ്ക്കുന്ന നല്ല നെല്ല് എല്ലാം കിളിർക്കും, അതിൽ നിന്നും ആരോഗ്യമുള്ള ചെടികൾ ഉണ്ടാകും. ആ ചെടികളിലുണ്ടാകുന്ന നെല്ലിൻ്റെ കൂട്ടത്തിൽ പതിർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചാരി എന്ന ചെറിയ ജീവികൾ നല്ല നെൽമണിയിലെ നെല്ലുകളിൽ നിന്നും അരിമണിയാകുവാനായി അതിൽ ദൈവം നിറച്ച് വെച്ചിരിക്കുന്ന പാല് പോലുള്ള ദ്രാവകം വലിച്ചു കുടിക്കുന്നു. ചാരി ഒരു നെൽമണിയിലെ അരിയാകുവാനുള്ള പാല് വലിച്ചു കുടിച്ചാലും നെൽമണിയുടെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യത്യാസം വരുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ ചാരി വലിച്ച് കുടിക്കാത്ത അരിയുള്ള നെൽമണിയും അരിയില്ലാത്ത നെൽമണിയും ഒരുപോലെ ഇരിക്കും. എന്നാൽ അരിയുള്ള നെൽമണിയും അരിയില്ലാത്ത നെൽമണിയും തിരിച്ചറിയുന്നത് ഫാനിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ്. ഫാനിൻ്റെ മുമ്പിൽ വരുമ്പോൾ കാറ്റ് അരിയില്ലാത്ത നെൽമണിയെ ദൂരേക്ക് പറപ്പിക്കും. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും, നെല്ലുപോലെ ഇരിക്കുന്നവയെങ്കിലും അതിൽ നിന്നും നമുക്ക് ആവശ്യമായ അരിമണി ലഭിക്കുകയില്ല എന്ന്. നാം ആരും അരിയില്ലാത്ത ഫാനിൻ്റെ മുമ്പിൽ നിന്നും പറന്നു പോകുന്ന നെല്ലിനെ പിന്നെ നെല്ല് എന്ന് പറയുകയില്ല, പിന്നെയോ പതിർ എന്നേ പറയൂ. നാം ആരും പതിർ പുഴുങ്ങുകയോ അതിൽ നിന്നും അരിയെടുക്കുവാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല. കാരണം അത് നിഷ്ഫലമാണെന്ന് നമുക്കറിയാം. നാം അത് അടിച്ചുകൂട്ടി കത്തിച്ചു കളയുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരും. യേശുവിൻ്റെ ഉപദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം ഒറിജിനൽ ശിഷ്യനായി ദൈവമകനും ദൈവമകളുമായി തീരുന്നു. എന്നാൽ നാം വചനം കേട്ടതിന് ശേഷം യേശുവിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മിൽ പാപം കടന്നു കൂടുന്ന സമയത്ത് സാത്താൻ നമ്മിൽ പ്രവേശിക്കുകയും നമ്മിലുള്ള ദൈവവചനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും വചനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വചനം അനുസരിക്കുവാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ശലോമോൻ സദൃശവാക്യങ്ങളിൽ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നതെന്ന് സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ, നാം യേശുവിനെ അനുസരിച്ചപ്പോൾ നമ്മുടെ ഹൃദയഭിത്തിയിൽ യേശു എഴുതിയിരുന്ന വചനം സാത്താൻ മോഷ്ടിക്കുകയും ഹൃദയത്തിൻ്റെ ഭരണം സാത്താൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ന്യായവിധി സമയത്ത് കർത്താവ് നമ്മെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണുകയും അവൻ്റെ വീശുമുറത്തിൻ്റെ മുമ്പിൽ നിന്നും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് നാം പോകേണ്ടി വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദാവീദ് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. അപ്പോസ്തലനായ പൗലോസ്
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശുവിനെയും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ യേശുവിൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ ഓർക്കുക, നിത്യജീവൻ എന്നത് നിസ്സാര കാര്യമല്ല. യേശുവിന് മാത്രമേ നിത്യജീവൻ തരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിത്യജീവനെ പ്രാപിക്കുവാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. യേശു നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരും. വസ്ത്രവും ആഹാരവും സൗഖ്യവും നല്ല ഭാവിയും സമാധാനവും സന്തോഷവും നൽകിത്തരും. ഇതെല്ലാം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് നാം അറിയുന്നതിനേക്കാൾ നമ്മുടെ യേശു കർത്താവ് നന്നായി അറിയുന്നുണ്ട്. ആ യേശു പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം എന്ന്. ആകാശത്തിലെ പറവുകൾക്ക് അതതിൻ്റെ കൂട് നിർമ്മിക്കുവാൻ ജ്ഞാനവും അതിനുള്ള മെറ്റീരിയൽസും നൽകുന്ന കർത്താവിന് നമുക്ക് വീട് തരുവാൻ കഴിയും. ആകാശത്തിലെ പറവുകൾക്ക് അതതിൻ്റെ വസ്ത്രത്തിനും ഭംഗിക്കും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ ഉതകുന്ന തൂവലുകൾ നൽകുന്ന കർത്താവിന് നമ്മെ മോടി പിടിപ്പിക്കുവാൻ ഉതകുന്ന വസ്ത്രം തരുവാൻ കഴിയും. കഴുകിന് പ്രായമാകുമ്പോൾ അതിൻ്റെ പഴയ തൂലുകൾ ഭാരം കൂടുന്നതിനാൽ ഉയരെ പറക്കുവാൻ പ്രയാസം നേരിടുന്നുവെന്ന് അറിയാവുന്നതിനാൽ സമയാസമയങ്ങളിൽ പഴയ തൂവലുകൾ പൊഴിച്ചു കളഞ്ഞ് പുതിയ തൂവലുകൾ കൊടുക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം നമുക്ക് ജീവിക്കുവാൻ ആരോഗ്യം ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് കർത്താവ് പൗലോസിൽ കൂടി പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന്. നാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചാൽ മാത്രം മതി. കർത്താവ് നമുക്ക് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും ഒരുക്കി തരികയും നമുക്ക് നിത്യജീവനെ നൽകുകയും ചെയ്യും. ആകയാൽ നമുക്ക് നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിന് വേണ്ടി ജീവിക്കാം, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം, നിത്യജീവനെ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വീടില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് വീട് കൊടുക്കണമേ. വിവാഹപ്രായമായ എല്ലാ കുഞ്ഞുങ്ങൾക്കും തക്കതായ തുണകളെ കൊടുക്കണമേ. ഞങ്ങളെ കുഞ്ഞുങ്ങളും യൗവനക്കാരും വഞ്ചിക്കപ്പെടുവാനിടവരാതെ സഹായിക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.